ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ DCC ജനറൽ സെക്രട്ടറി E വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും നേതൃത്വത്തിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടന്നു വരികയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, ഇവിടെ 2004 അധികാരത്തിൽ വന്നിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം UPA ഗവൺമെൻറ്, അന്ന് UPAയുടെ ചെയർപേഴ്സൺ ശ്രീമതി സോണിയാഗാന്ധിയായിരുന്നു. ആ ഗവൺമെൻറ്റിനോട് അവർ ചില നിർദ്ദേശങ്ങൾ രാജ്യത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നടപ്പാക്കേണ്ട ഒരു കർമ്മ പദ്ധതി ആ ഗവൺമെൻറ്റിന് മുമ്പാകെ ശ്രീമതി സോണിയാഗാന്ധി അവതരിപ്പിക്കുകയാണ്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ദേശീയ ആരോഗ്യ ദൗത്യം എന്നുള്ള പേരിൽ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ദേശീയ ആരോഗ്യ ദൗത്യം നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തനം നടത്തുന്നത് ഓരോ വില്ലേജിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത് വാർഡ് തലത്തിൽ ആ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ സന്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ രാജ്യത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും എത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മുഖ്യ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ആശാ പ്രവർത്തകർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം ഇവിടെ നിലവിൽ വന്നത്. നമുക്കറിയാം, ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമുക്കറിയാം അന്ന് നടപ്പാക്കിയിട്ടുള്ളതാണ്. കോടിക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകൾക്കുമൊക്കെയാണ് അതിൻ്റെ ഭാഗമായി ജോലിയും മറ്റു കാര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ന് നമുക്ക് സമൃദ്ധിയായി റേഷൻ കിട്ടുന്നതിനും അത് നമ്മുടെ അവകാശമാക്കി മാറ്റിയിട്ടുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയത് ആ കാലഘട്ടത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നടപ്പാക്കി. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ആശാപ്രവർത്തകരുടെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അപ്പോൾ ആശാപ്രവർത്തകർക്ക് അന്ന് വളരെ ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ചില ആനുകൂല്യങ്ങളാണ് നടപ്പാക്കിയിരുന്നത്. എന്നാൽ കാലം അതിൽ നിന്നെല്ലാം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ജീവിത നിലവാരം ഉയർന്നതിൻ്റെയൊക്കെ ഭാഗമായി, ചെലവുകൾ വർദ്ധിച്ചതിൻ്റെ ഭാഗമായി ഒക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കാലാനുസൃതമായി അവർക്ക് നൽകേണ്ട നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും മുടക്കം വരുത്തുന്ന ഒരു രീതിയിലുള്ള ഭരണമാണ് പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിൽ നിന്ന് ആശാ വർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം 29 ദിവസം ഇന്ന് പിന്നിടുകയാണ്. ആ 29 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിലെ മുഴുവൻ നിഷ്പക്ഷവാദികളും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളും ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ ഒരുപാട് ആളുകൾ വന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അത് ന്യായമായ കാര്യമാണ്. ഇത് എന്തെല്ലാം ഈ രാജ്യത്ത് ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടക്കുന്നു, നിങ്ങൾക്കെതിരെ മാത്രം എന്താണ് ഈ LDF ഗവൺമെൻറ് കണ്ണടയ്ക്കുന്നത് എന്നുള്ള ചോദ്യം സമൂഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. 29 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതിനനുകൂലമായി നമ്മൾ അവർക്കൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1-2 സമരങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ INTUC ഇന്ന്
കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. INTUC നേതാക്കളായ കെ വിജയൻ, വി എ പ്രസാദ്, രാധാകൃഷ്ണൻ, ഹക്കീം, തമ്പിമണി, പ്രേമൻ, വനിതാ പ്രവർത്തകർ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.